2024 മാർച്ചിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിവിടെ ഇന്ന് ചെയ്യുന്നത്. 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിൽ 4ന്റെ മൾട്ടിപ്പിളിന്റെ പ്രോബബിലിറ്റി, 6ന്റെ മൾട്ടിപ്പിളിന്റെ പ്രോബബിലിറ്റി, 4ന്റെയും 6ന്റെയും മൾട്ടിപ്പിൾസിന്റെ പ്രോബബിലിറ്റി, ഇതാണ് നമുക്ക് കാണേണ്ടത്. ആദ്യം ചോദ്യത്തിൽ പറഞ്ഞ പ്രകാരം ഒരു ബോക്സ് വരച്ച് അതിനുള്ളിൽ 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം 4ന്റെ മൾട്ടിപ്പിൾ മാത്രം കണ്ടുപിടിച്ച് അതിനു ചുറ്റും വട്ടം വരയ്ക്കുന്നു. ഇനി ആ മൾട്ടിപ്പിൾസ് നമ്മൾ എണ്ണി നോക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 12 ആണ്. 12/50 ആണ് 4ന്റെ മൾട്ടിപ്പിൾസിന്റെ പ്രോബബിലിറ്റി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 6ന്റെ മൾട്ടിപ്പിൾസ് ഇതേപോലെ തന്നെ വൃത്തം വരയ്ക്കുന്നു. വൃത്തത്തിനുള്ള മൾട്ടിപ്പിൾസ് നമ്മൾ എണ്ണി നോക്കുന്നു. കിട്ടുന്നത് 8 ആണ്. 8/50 ആണ് 6ന്റെ മൾട്ടിപ്പിളിന്റെ പ്രോബബിലിറ്റി. ഇനി 4ന്റെയും 6ന്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസിന്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് വരച്ചിട്ടുള്ള സർക്കിൾസ് എണ്ണി നോക്കിയാൽ മതി. 4/50 ആണ് ഉത്തരം. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്.